ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കെൽട്ടൺ മല്ലു ട്രക്കർ. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് നമ്മളൊരു ബസ് സഫാരിയാണ്. സ്വാഭാവികം എല്ലാവരും പോയിട്ടുണ്ടാവില്ല ഇങ്ങനത്തെ സഫാരിയിൽ. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ KSRTC ബസ്സിൽ നമ്മൾ ബന്ദിപ്പൂർ, മുത്തങ്ങ, വയനാട് പോകുന്ന ബസ് ഉണ്ടല്ലോ. അപ്പോൾ ആ ബസ്സിൽ കയറിയിരുന്നപ്പോൾ കാടിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ കണ്ട കാഴ്ചകളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. സംഗതി ചെറിയ വീഡിയോ ആണ്. മൈസൂർ പോയി തിരിച്ചു വരുമ്പോൾ പോണ വഴിക്ക് കണ്ട കാഴ്ചകളൊക്കെ നിങ്ങളുടെ അടുത്ത് കാണിക്കാമെന്ന് വിചാരിച്ചേ. സംഗതി കാട്ടിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ ഇത്ര വലിയൊരു സംഭവം കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അങ്ങനെ വേറെ ഒന്നല്ല, എന്തെങ്കിലുമൊക്കെ ഒരു വൈൽഡ് അനിമൽസ് സൈറ്റിംഗ് കിട്ടുമെന്ന് വിചാരിച്ച് സൈഡ് ഡോറിലിരുന്ന് ഇങ്ങനെ പോകുമ്പോഴാണ് ആ സംഭവം നടക്കുന്നത്. ഒന്നുമല്ല കേട്ടോ ഫ്രണ്ട്സ്, ഒരു കൊമ്പണ്ട് ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ വരുന്നത് നമ്മൾ ബസ്സിൻ്റെ സൈഡിലേക്ക്. അപ്പോൾ അത്രയും ക്ലോസിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് നമ്മളിന്ന് വീഡിയോയുടെ ഹൈലൈറ്റ്. അപ്പോൾ നേരെ നമുക്ക് യാത്ര തുടങ്ങാം. വേനൽക്കാലം എന്ന് പേര് കേൾക്കുമ്പോൾ തന്നെ കാടൊക്കെ ഉണങ്ങാൻ തുടങ്ങിയെന്നാണ് തോന്നുന്നു ഫ്രണ്ട്സ്. അതുകൊണ്ടല്ലേ കാടൊക്കെ നല്ല ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അങ്ങോട്ട് വൈൽഡ് അനിമൽസിൽ കിട്ടാനുള്ള ചാൻസ് ഒക്കെ വളരെ അധികമാണ്. കാട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മൾ വൈൽഡ് അനിമൽസിൻ്റെ സൈറ്റിംഗ് കിട്ടുമോ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അയ്യോ പാവം, ഇവിടെ ആർക്കും അതിലും വലിയ സൈറ്റിംഗാണ് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ ഈ മുത്തങ്ങ റോട്ടിലേ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേണം കേട്ടോ. ഇവിടെ അനിമൽസിലായാലും കൂടുതലും ഇവിടെ ഈ ക്യാമറയും ഇതുപോലുള്ള ഫോറസ്റ്റ് ഓഫീസർമാരുടെ ബൈക്കുമാണ്. എപ്പോഴും ഒരു വണ്ടി അവിടെ സ്ലോ ആക്കണം, അപ്പോൾ ഒന്ന് ക്രോസ് നിർത്തി ഇതുപോലെ ഫൈൻ അടിക്കും. അത് ഈ റോട്ടിൽ വളരെയധികം കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ റൂട്ടിൽ കൂടെ വരുമ്പോൾ ശ്രദ്ധിച്ചിട്ട് വരണം കേട്ടോ. വൈൽഡ് അനിമൽസിനെ കണ്ടാൽ നിർത്താൻ നിൽക്കണ്ട, ജസ്റ്റ് സ്ലോ ചെയ്ത് കണ്ടിട്ട് അങ്ങനെ മൂവ് ചെയ്താൽ മതി. നമ്മളാരും കണ്ടിട്ടൊന്നുമില്ല, ഇവിടെ ചുറ്റുവട്ടത്തിൽ ആരുമില്ല, നമുക്ക് നിർത്തി ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചാൽ ഈ സാറന്മാരെ കണ്ടില്ല നമ്മൾ എന്തായാലും പാടും. കാരണം അത്രയും ക്യാമറകളൊക്കെ ഉണ്ട് കേട്ടോ കേൾക്കണത് മരത്തിൽ. ഫൈൻ എന്ന് പറഞ്ഞാൽ ചില്ലറ ഫൈനൊന്നുമല്ല കേട്ടോ, നല്ല സംഖ്യ തന്നെ കിട്ടും. അപ്പോൾ പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു പോണേ. ഇതുപോലുള്ള പച്ചക്കറികൾ കൊണ്ടുപോകുന്ന വണ്ടികളുണ്ടല്ലോ, ഈ വണ്ടികളൊക്കെ കണ്ട അപ്പം തടഞ്ഞു നിർത്തുന്ന ഒരു കൊമ്പാണ് കേട്ടോ ഈ ബന്ദിപ്പൂർ കാട്ടിൽ. അവനധികം രാത്രി കാലങ്ങളിലാണ് പുറത്തിറങ്ങി നിൽക്കാറ്. ഒന്നെങ്കിൽ ഈ റൂട്ട് കൂടെ ഉണ്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ മുതുമല റൂട്ടില്ലേ അവിടെ ആയിരിക്കും ആൾ. നമ്മൾ പണ്ട് നൈറ്റ് റൈഡ് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നപ്പോൾ ആളുടെ സൈറ്റിങ്സ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നമ്മൾ വീഡിയോസിലുണ്ട്. അപ്പോൾ നൈറ്റ് റൈഡ് വീഡിയോസൊക്കെ നമ്മളെ ചാനലുണ്ട്. അതൊക്കെ ഒന്ന് കയറി നിങ്ങളുടെ ത്രില്ലിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടെന്നുള്ളത് കമൻറ്റിൽ അറിയിക്കണം കേട്ടോ ഫ്രണ്ട്സ്. നമ്മൾ ഇതുപോലെ കാടുകൾക്ക് കയറുമ്പോൾ വൈൽഡ് അനിമൽസിൻ്റെ സൈറ്റിംഗ് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ലക്ക് തന്നെയാണ്. നമ്മൾ പോകുമ്പോഴും ആ അനിമൽസിൻ്റെ ക്രോസിങ് ടൈമും കറക്റ്റ് ടൈമിംഗ് ആണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഭയങ്കര ലക്കായിരിക്കും. ചിലപ്പോൾ നമുക്ക് കടുവനെ വരെ കിട്ടും കേട്ടോ അങ്ങനെ പോകുമ്പോൾ. അങ്ങനെ ഒരു ടൈമിംഗ് ഒത്ത നേരമാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കറക്റ്റ് ആന കാടിറങ്ങി പുഴയിലോട്ട് പോകുന്ന നേരത്താണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ദാ നേരെ മുന്നിൽ കാണുന്നുണ്ടല്ലേ നമ്മൾ ഇന്നത്തെ വീടിൻ്റെ മെയിൻ ഹീറോ. എന്താ അതിൻ്റെ വലുപ്പം എന്നറിയോ, കൊമ്പ്. സംഗതി നമ്മളുടെ തൊട്ടെടുത്ത് വരെ വന്നിട്ട് ആ കൊമ്പൻ. പിന്നെ അങ്ങോട്ട് സംഭവിച്ചത് ഒരു കോമഡിയാണ് കേട്ടോ. ഞാൻ തിരിഞ്ഞ് ആനന്ന് നോക്കുന്നതും ക്യാമറ കൈ കൊണ്ട് പൊത്തി പിടിച്ചിരിക്കുന്നതും ഇതാണ് ഇപ്പോൾ അവിടെ സംഭവിച്ചത്. തിരിഞ്ഞ് നോക്കുമ്പോൾ സംഭവം എന്താണെന്ന് അറിയാം നിങ്ങൾ, ആന റോട്ടിൽ ഇറങ്ങിയിട്ട് ഒരു ഓട്ടാണ് അങ്ങോട്ട് പുഴേൻ്റെ സൈഡിലേക്ക്. പക്ഷെ അത് ഞാൻ കാഴ്ചയായിട്ട് കണ്ടു, പക്ഷേ വീഡിയോയിൽ പകർത്താൻ പറ്റില്ല. അത് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ ക്യാമറ പിടിച്ചത്. പക്ഷേ ക്യാമറ കൈ കൊണ്ട് പൊത്തി പിടിക്കുന്നത് ഞാൻ വിചാരിച്ചില്ല ഫ്രണ്ട്. സോറി കേട്ടോ, ഇനി അത് ആവർത്തിക്കില്ല.
ഈ കാണുന്ന മാനുകളെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് തൊട്ടപ്പുറത്തെ റൈറ്റ് സൈഡിൽ ഒരു ആനക്കൂട്ടം കൂടെ പെട്ടെന്ന് കേട്ടോ കണ്ടത്. അപ്പോൾ കുറേ ദൂരത്തായിരുന്നു, എന്നാലും നമുക്കത് കിട്ടിട്ടോ. ആനക്കൂട്ടം നിൽക്കുന്നതിൻ്റെ തൊട്ട് സൈഡ് കൂടെ തന്നെയാണ് ഈ 3 പേര് നടന്നു പോകുന്നത്. നിങ്ങൾ ആ ചെറിയൊരു ക്ലിപ്പ് കണ്ടിട്ടുണ്ടാവില്ലേ? അപ്പോൾ ഇവർ ഈ കാട്ടത്തെ ട്രൈബൽസ് ആണ് കേട്ടോ. പണ്ട് കാലങ്ങളിൽ ഇവരെ വീട്ടിലേക്കൊക്കെ പോയി ഇവരുടെ ജീവിത സ്റ്റൈൽ എങ്ങനെയാണെന്നുള്ളതൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലുള്ള ഒരുപാട് നമ്മളുടെ ചാനലുണ്ട് കേട്ടോ. ട്രൈബൽസിൻ്റെ ജീവിതം എങ്ങനെയാണ്, അവരും കാടും തമ്മിൽ എങ്ങനെയാണ് കഴിഞ്ഞു പോകുന്നത്, വന്യജീവികളുടെ ആക്രമണം ഉണ്ടോ, അങ്ങനത്തെ ഒരുപാട് വീഡിയോസ് ഉണ്ട് കേട്ടോ നമ്മളുടെ ചാനലിൽ. അതൊക്കെ കയറി നിങ്ങൾ നോക്കണേ. കൊമ്പൻ്റെയും ആനക്കൂട്ടത്തിൻ്റെയും പിന്നെ മാനുകളൊക്കെ കണ്ടപ്പോൾ തന്നെ ഞാൻ നല്ല ഹാപ്പി ആയിട്ടോ. അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളും ഹാപ്പി ആയെന്ന് വിചാരിക്കുന്നു. നമ്മളുടെ ചാനൽ ഇതുപോലുള്ള ഒരുപാട് ട്രാവൽ വീഡിയോസ്, പിന്നെ വൈൽഡ് ആനിമൽസിൻ്റെ വീഡിയോസ്, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് വില്ലേജ് പോയി കാട്ടിൻ്റെ ഉള്ളിൽ ട്രൈബൽസിൻ്റെ വീഡിയോസ്, അങ്ങനത്തെ ഒരുപാടുണ്ട്. അപ്പോൾ അതൊക്കെ കയറി നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അതിൽ കമൻറ്റും ലൈക്കും എല്ലാം അറിയിക്കണേ. അപ്പോൾ ഇതുപോലുള്ള അഡ്വഞ്ചർ ആയിട്ടുള്ള വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് നമ്മളുടെ ചാനൽ മറക്കാതെ നിങ്ങൾ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ ഫ്രണ്ട്സ്. നിങ്ങൾ തരുന്ന സപ്പോർട്ടിലാണ് കേട്ടോ നമ്മുടെ ചാനൽ ഗ്രോത്ത് ആയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുക. നമ്മളിനി നോർത്ത് ഇന്ത്യ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ഇനി ഒരു 2-3 വീഡിയോ കഴിഞ്ഞാൽ ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. അപ്പം നിങ്ങൾ തരുന്ന സപ്പോർട്ടിലാണ് കേട്ടോ നമ്മളൊക്കെ പോകുന്നത്. അപ്പം നിങ്ങൾ ഇനി അങ്ങോട്ട് ഷെയർ ചെയ്യുന്നതും സപ്പോർട്ട് ചെയ്യുന്നതും ഒന്നും കൂടി കൂടിക്കഴിഞ്ഞാൽ നമുക്കിനി നോർത്ത് ഇന്ത്യ അല്ല, ഇന്ത്യ മൊത്തം കറങ്ങി അടിപൊളി വീഡിയോസൊക്കെ ചെയ്യാം. അപ്പം മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കോണിൽ ക്ലിക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്തിട്ട് നമ്മൾ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇതോടെ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. കാരണം കാട് കഴിഞ്ഞു, അതുകൊണ്ട് വീഡിയോയും കഴിഞ്ഞു. ടാറ്റാ, ബൈ.